അസ്സലാമലൈക്കും, നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമനുമാണ്. ഇന്ന് വയനാട് മുണ്ടക്കൈ നമ്മുടെ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മാണ സ്ഥലത്തുള്ളത്. മേപ്പാടി പഞ്ചായത്തിൽ 2ാം വാർഡിലാണ് ഈ വീടുകളുടെ വർക്ക്. 27 എണ്ണം ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് ഇതിന് താക്കോല് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തൊട്ടടുത്ത് 15 വീടിൻ്റെ വർക്ക് വാർപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ചാരിയിട്ട് തന്നെ ഒരു 12 വീട് വർക്കും ഞങ്ങളത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മൻ്റെ വക ഞങ്ങളെ അൻസാരിക്ക കൊല്ലം സൗജന്യമായിട്ട് സ്ഥലം തന്ന് അതിൽ 20 വീടിൻ്റെ വർക്കിൽ 14 എണ്ണം പൂർത്തീകരിച്ച് കഴിയും. അതിൽ ബാക്കിയുള്ള വർക്കും സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഈ 27 വീട്ടിൽ 3 കിണറുള്ളത്. അത് നമ്മുടെ ബിസിനസ് വേ കുറ്റിപ്പുറം 2 കിണറും, ഒരു കിണർ നമ്മുടെ അനന്തല്ലൂരുള്ള ബഹുമാനപ്പെട്ട ഉബൈദിക്ക ജിദ്ദിയിൽ സൗദിയിലുള്ള അദ്ദേഹത്തിൻ്റെ വകയാണ്. ഇതിലേക്ക് ഈ വീട് താമസത്തിന് ഫാനുകൾ നമ്മുടെ ഇവിടുത്തെ തൊട്ട അയൽവക്കത്തുള്ള അച്ചായന്മാരുണ്ട്. നല്ല മനുഷ്യരാണ്, നല്ല മനസ്സുള്ള സ്നേഹമുള്ള. ഞങ്ങൾ അവിടെയൊക്കെ ഇവിടെ വരുമ്പോൾ ചായ സൗകര്യങ്ങളൊക്കെ ചെയ്തെന്ന് ഇതിലേക്ക് കരണ്ട് ആദ്യം നമുക്ക് ഈ അച്ചായൻ കുടുംബമാണ് സൗജന്യമായിട്ട് തന്നതും പിന്നീട് അവരെ തുടർന്ന് കാല് വലിക്കാനുള്ള സൗകര്യമൊക്കെ തന്നത് അവരെ വക തന്നെയാണ്. ഓരോ വീട്ടിലും ഫാനും. പിന്നെ ഞങ്ങൾ ഉമ്മച്ചി കോഴിക്കോട് അവരും സഹപ്രവർത്തകരും ഇതിലേക്ക് നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പും എല്ലാ വീട്ടിലേക്കും ഓരോ ഫാനും അവരെ വകയുണ്ട്. പിന്നെ ദുബായിൽ നിന്നുള്ള ഒരുപാട് ഓഫറുകളുണ്ട്. ദുബായിൽ നിന്ന് കുറേ വീടിൻ്റെ സാധനങ്ങൾ, കുക്കർ, മറ്റുള്ള സാധനങ്ങൾ, അതേമാതിരി നമ്മുടെ മണ്ണാർക്കാടുള്ള സേവ് മണ്ണാർക്കാടിൻ്റെ വക ഇവരെ താമസ ദിവസം 2 മാസത്തിനുള്ള ഫുഡ് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലം ഞങ്ങൾക്ക് എടുത്തുന്നത് 1 ഏക്കർ 60 സെന്റും ബഹുമാനപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജിയാണ്. ഇതിന് തൊട്ടപ്പുറത്ത് ഞങ്ങൾക്ക് 1 ഏക്കർ 30 സെന്റ് കൊടുത്തത് നമ്മുടെ ജമിയത്ത് തമിഴ്നാടിൻ്റെ വകയാണ്. അതിൻ്റെ അപ്പുറത്ത് വീട് വർക്ക് നടക്കുന്ന സ്ഥലം എടുത്തുന്നത് എൻ്റെ ഏട്ടൻ അലി മൊയ്തീൻ റിവേറ വാട്ടർ മൂപ്പരാളെ വകയാണ്. അതിൽ 12 വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കൊല്ലം സാഫി സാഹിബിൻ്റെ വക 2 വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് തലശ്ശേരിയുള്ള ഇവരിത്താത്ത തന്ന സ്ഥലമാണ്. പിന്നെ ഞങ്ങളെ ചെന്നൈ പിന്നെ പ്രവാസി കൂട്ടായ്മ അവരെ വക കുറച്ച് സ്ഥലം അവരെടുത്തുന്നുണ്ട്. പിന്നെ അൽമനാർ സ്കൂളും വേറൊരു സ്കൂളിൻ്റെ സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നല്ല മനുഷ്യസ്നേഹികൾ ചെറിയ സഹായങ്ങൾ തന്നിട്ടുണ്ട്. വീട് വർക്കുകളൊക്കെ നമ്മുടെ തണൽ പ്രവാസി കൂട്ടായ്മ കുവൈത്ത് അവരെ വക വീടുണ്ട്. ഈ ഇരിക്കുന്ന ഞങ്ങൾ ആലുവ ഉസ്താദിൻ്റെ വക 13 വീടുണ്ട്. കാരണം 6 എണ്ണം അപ്പുറത്തും 7 എണ്ണം ഇതിലുമാണ്. പിന്നെ ഞങ്ങളെ മംഗലാപുരത്തുള്ള ഒരു കുട്ടികളുണ്ട്, അവരെ വക 5 വീടാണ്. പിന്നെ ഞങ്ങളെ നാദാപുരത്തുള്ള മഹമ്മൂദ് ഖാൻ്റെ വക സൂപ്പർ ഒരു വീടുണ്ട്. പിന്നെ ഞങ്ങളെ ജാംജൂം സൂപ്പർ മാർക്കറ്റ്, പിന്നെ അലിഫ് സൂപ്പർ മാർക്കറ്റ്, തണൽ കൂട്ടായ്മ കോട്ടക്കൽ പറപ്പൂര് അവരെ വക 3 വീടുണ്ട്. പിന്നെ നമ്മളെ കൊല്ലം സ്വദേശികളായ പിന്നെ റഷീദ്ക്ക പിന്നെ വാഹിദ്ക്ക എന്ന 2 മനുഷ്യസ്നേഹികളെ വക ഓരോ വീടുണ്ട്. പിന്നെ ഞങ്ങളെ കണ്ണൂരുള്ള ലുലു ഗോൾഡിൻ്റെ കരീംക്കൻ്റെ ടീം 21ാം വാർഡ് പാനൂര് 21ാം വാർഡ് അവരെ വക ഒരു വീടുണ്ട്. പിന്നെ നമ്മളെ പെരുമ്പാവൂരുള്ള ഒരു സുഹൃത്തിൻ്റെ വക ഒരു വീടുണ്ട്. അങ്ങനെ കുറേ ആളുകൾ സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും സന്തോഷം എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മൻ്റെ ഒരുമയാണ്. വെട്ടം ഉസ്താദ് എന്ന മനുഷ്യസ്നേഹാണ് അതിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വാളൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് 20 വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മൻ്റെ വയസ്സായ ആൾക്കാർ പോലും സജീവമായിട്ട് ഈ സഹായമായിട്ട്
ഓടി എത്തുമല്ലോ. എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്ക് ഓടിയെത്തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ആ മനുഷ്യസ്നേഹമുള്ള നന്മ നമ്മളെ നാട്ടിലൊരു വിഷമം ഉണ്ടായപ്പോൾ, നമ്മളെ വയനാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവിടെ ഓടിയെത്തി. അതിനൊക്കെ ഞങ്ങൾക്ക് പടച്ചു തന്ന സമ്പാദ്യം റബ്ബേ, നല്ല കാര്യങ്ങൾക്ക് ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് ഉപയോഗിക്കുക എന്നുള്ള ഒത്തൊരുമിച്ച് ജാതി മതത്തിനൊക്കെ അപ്പുറം മനുഷ്യനെ സ്നേഹിക്കേണ്ട കടമയുണ്ട് എന്നുള്ള സ്നേഹത്തോടെ ഓടി വന്ന് സഹായിച്ച ഞങ്ങൾ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മക്ക് എത്ര നന്ദി പറയാൻ തീരില്ല. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ കേരളത്തിൽ ഓരോ ജില്ലക്കും കൂട്ടായ്മ ഉണ്ടെങ്കിൽ ആ നാട്ടിൽ തന്നെയുള്ള എത്രയോ രോഗികളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാവും. അതിനൊക്കെ പരിഹാരമാവും എന്നതിന് ഉദാഹരണമാണ് നമ്മൾ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മയിലെത്തി. ഇന്ന് ഞങ്ങളെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ മങ്കട മാമുട്ടിയാക്കുണ്ട്. മാമുട്ടിയാക്ക ഒരു മിനിറ്റ് കേട്ടാ, എന്താ പറയാനുള്ളത്? ഇവിടെ ഒന്ന് ആദ്യത്തെ സന്ദർശിക്കുകയാണ്. സന്തോഷമുണ്ട് മാനിപ്പ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് അവരെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായിട്ട് മാനിപ്പ തുടക്കം വെച്ചു. മാഷാ അല്ലാഹ്. എന്താണെന്നുണ്ടെങ്കിലും പത്തിരത്തോളം വീടിൻ്റെ പണി ഏകദേശം 90% പൂർത്തിയായി കഴിഞ്ഞു. എന്താണെന്ന് ഇതിന് അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഇതിലേക്ക് താമസിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആളുകളെ തിരഞ്ഞെടുക്കേണ്ട പദ്ധതി. അതെ 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 അതെ. എന്താണെന്നുണ്ടെങ്കിൽ മാനിപ്പ തുടക്കം മുതൽ ഈ ദിവസം വരെയും ഇതിന് പിന്നാലെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ടും സഹായവും പിന്തുണയും എല്ലാം ഉണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ ഇത് വളരെ കുറച്ചൊരു പണികൾ കൂടെ പൂർത്തീകരിക്കാനുണ്ട്. അതും കൂടെ പൂർത്തീകരിച്ച് ആളുകൾ ഇതിലേക്ക് അർഹതപ്പെട്ട ആളുകൾ ഈ സെലക്ട് ചെയ്യുന്ന ആളുകൾ ഇതിൽ എത്തിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ സന്തോഷമായി. അപ്പം ഇവിടെ ഞങ്ങളെ ആലുവ ഉസ്താദിനെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഈ ദുരന്തം ഉണ്ടായ സമയത്ത് ഞാൻ എൻ്റെ ഒരു വീഡിയോ വിട്ടിരുന്നു. എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ നിക്കാഹ് പരിപാടി ഒഴിവായിക്കാണ്ട് കല്യാണത്തിനോടനുബന്ധിച്ച് ആക്കാമെന്നും നിക്കാഹെന്നും നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട ആ സമയത്ത് 9-ാം തീയതി എന്ന് നിക്കാഹ് വെച്ചിരുന്നത്. നമ്മളെ ദുരന്തം ഉണ്ടായ സമയത്ത് ഏട്ടനോട് സംസാരിച്ച ഒറ്റയടിക്ക് തന്നെ നിക്കാഹൊക്കെ മാറ്റുക, കല്യാണം പറഞ്ഞവരോടൊക്കെ വിവരം പറഞ്ഞാളി, നമുക്ക് അതിന് ബദൽ നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക. എൻ്റെ അടുത്ത് ഇവിടെ ഒരു ഏക്കർ 86 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതിൽ നേരത്തെ 1 ഏക്കർ ഞാൻ പാവങ്ങൾക്ക് കൊടുത്താണ്. അതിലുള്ള ബാക്കി സ്ഥലവും നമ്മുടെ ഈ വീട് നിർമ്മാണത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വിട്ടതാണ്. അങ്ങനെയാണ് ഉസ്താദൊക്കെ ഈ വീഡിയോ കാണലും. വയനാട്ടിലെത്തിയ ഉസ്താദ് എവിടെ വീടുണ്ടാക്കണം, ആർക്കാണ്ടാക്കി കൊടുക്കാൻ എല്ലാത്തിനും ഞാൻ തയ്യാറാന്നുള്ള അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് നല്ല മനുഷ്യസ്നേഹമുണ്ട്. ജാതിക്കും മതത്തിനൊക്കെ അപ്പുറത്ത് മനുഷ്യനെ സ്നേഹിക്കാൻ ഓടുന്നൊരു വലിയ മനസ്സിന്റെ ഉടമസ്ഥനെ ഞങ്ങൾ ഉസ്താദ്. അപ്പൊ അദ്ദേഹത്തിന്റെ എങ്ങനെയോ എന്റെ നമ്പർ ഒപ്പിച്ച് അദ്ദേഹം നേരെ ഞാൻ മനക്കാരുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ നേരെ പാങ്ങിലേക്ക് വയനാട്ടിൽ നിന്ന് ഏകദേശം 100 ചില്ലാൻ കിലോമീറ്റർ അദ്ദേഹം ഓടി എൻ്റെ അടുത്ത് എത്തി. മാനുക്കായ വീട് പ്രശ്നമല്ല, നമ്മൾ ഉണ്ടാക്കാൻ തയ്യാറാ, സ്ഥലങ്ങൾ സൗകര്യം ചെയ്തു തന്നാൽ എന്നുള്ള ഓഫറാണ്. അത് ഞാനും ഉസ്താദിനും ഓഫർ കൊടുത്തു. തീർച്ചയായിട്ടും ഉസ്താദ് ആ കാര്യം ഞാൻ ഏറ്റുപറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഒരു കൂടപ്പറപ്പായിട്ട് എല്ലാത്തിനും ഒപ്പം സപ്പോർട്ടായിട്ടും സഹായിട്ടും ഈ മനുഷ്യ സ്നേഹിയുണ്ട്. കർശനായ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. നാട്ടിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ, ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അത് എൻ്റെ നാട്ടിലല്ല, എൻ്റെ അയൽവക്കത്തല്ല, നമ്മളെ നാട്ടിൽ ആണ് അല്ലെങ്കിൽ വയനാട്ടിലാണ്, ഞാൻ അവിടെ പോകേണ്ട ആവശ്യമില്ല എന്നല്ല ചിന്തിച്ച് എൻ്റെ ആരോഗ്യവും എൻ്റെ കയ്യിലുള്ള സമ്പത്തും എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളെയും കൂട്ടി നമ്മുടെ വയനാട് ചുരൽമലക്കാർക്ക് വേണ്ടിയിട്ട് തണലൊരുക്കാൻ ഓടിയ ഈ മനുഷ്യനെ 13 വീടാണ് ഇപ്പോൾ നമുക്ക് നിർമ്മിക്കുന്നത്. അത് സ്വന്തമല്ല, ഇവിടുത്തെ ഞങ്ങളെ പ്രഭാകരേട്ടൻ ഞങ്ങൾക്ക് പള്ളിക്ക് വളരെ വില കുറച്ച് സ്ഥലം സൗകര്യം ചെയ്തെന്ന്. അവിടെ നമ്മുടെ കോട്ടക്ക പുതുപ്പറമ്പിലുള്ള ഒരു സുഹൃത്തിന്റെ വക 15 സെന്റും അതിൽ 25 സെന്റ് സ്ഥലമുള്ളത്, അതിൽ 10 സെന്റ് ഉസ്താദിന്റെ വകയും പള്ളി ഉസ്താദിന്റെ കെയർ ഓഫിലും തീരുമാനിച്ച് ഞങ്ങൾ അതും ഇവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. കാരണം ഇവിടെ പ്രഭാകരേട്ടനോട് ഞങ്ങളോട് പറഞ്ഞ വാക്കുണ്ട്, മാനസാഹിബയുടെ ക്ഷേത്രവും ചർച്ചും ഉണ്ട്, പക്ഷെ മുസ്ലിം പള്ളിയില്ല, ഒരു പള്ളി നിങ്ങൾ കൊണ്ടുവരണം, അപ്പോഴാണ് ഇവിടെ എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ടാവുക എന്ന സന്ദേശം പ്രഭാകരേട്ടന്റെ ആ സന്ദേശം കൂടി അത് ഞങ്ങൾക്ക് പ്രചോദനമായി. ഇല്ലേ ഉസ്താദെ? എന്താ ഉസ്താദെ, ഇന്നിപ്പോ നമ്മള് ഇവിടെ വന്നിട്ടുണ്ട്, വയനാട്ടിലാണുള്ളത്. ഇവിടെ അർഹതപ്പെട്ട ഈ പാവപ്പെട്ട അവരെ തെരഞ്ഞെടുക്കാൻ വന്നാണ്. കാരണം അതിൽ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാത്ത അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാത്ത വ്യക്തിത്വങ്ങൾ ഒരുപാട് കുടുംബങ്ങളുണ്ട് ചൂരൽമല മുണ്ടക്കൈക്കാർ. അതിൽ അർഹതപ്പെട്ടവരെ തെരഞ്ഞെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതും അൽഹംദുലില്ലാ ആ അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടട്ടെ. അല്ലേ? ഒരുപാട് അപേക്ഷകൾ വന്നിട്ടുണ്ട്. അപേക്ഷകൾ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ അടുത്ത് കൊണ്ടുതന്നിരിക്കുന്നതും ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ തന്നെയാണ്. കൂടാതെ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, മാനക്കാരുടെ കുറച്ച് കൂട്ടുകാരുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അതിനെ സെലക്ട് ചെയ്ത്
ഏറ്റവും അർഹരായ ആൾക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിലുണ്ടാവണം. ഇതിനെ പടച്ചവൻ കബൂൽ ചെയ്യാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം ഇതിനു വേണ്ടി അധ്വാനിച്ചതും പ്രവർത്തിച്ചതും ചെലവാക്കിയതെല്ലാം വളരെ താഴ്ന്ന രൂപത്തിൽ വളരെ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഒരുപാട് സമയവും സമ്പത്തും ശരിക്കും പറഞ്ഞാൽ ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പടച്ചവൻ വലിയ രൂപത്തിൽ കബൂലാക്കട്ടെ എന്ന് ഈ സമയത്ത് നമ്മൾ പറയുകയാണ്. നമ്മളൊരു പരിപാടിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ്. അവസാനത്തിലേക്ക് പോകുമ്പം നമുക്ക് ശരിക്കും വേണ്ടത് റബ്ബിൻ്റെ അടുത്തു നിന്നുള്ള കബൂലിയത്താണ്. നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ദുആ അതിനു വേണ്ടി ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി, മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം അത്രയും അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA സിദ്ദീഖ മറക്കാൻ കഴിയില്ല അല്ലേ? ജീവിതത്തിൽ ആ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ഓടി ഓടി എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് ത്യാഗം ചെയ്ത ഒരു മനുഷ്യസ്നേഹി നമ്മുടെ MLA സിദ്ദീഖ് MLA. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് കരലെടുക്കണം, നമ്മൾ ഓരോ വിഷയങ്ങളും വിളിച്ചു വരുമ്പോഴൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന്. അതേമാതിരി ഇവിടുത്തെ വാർഡ് മെമ്പർ ചേച്ചിയുണ്ട്. ആ ചേച്ചി ഇവിടെ വന്ന് പറഞ്ഞ്, മാനുക്ക, ഞങ്ങളെ പഞ്ചായത്ത് നിങ്ങൾ നിർമ്മിക്കുന്ന വീടിന്റെ മുന്നിൽ കൂടി ടാർ ചെയ്തു തരാൻ തീരുമാനം ഫണ്ട് വെച്ച് കഴിഞ്ഞു. 10 ലക്ഷം ഞങ്ങൾ സ്പോട്ടിൽ വെച്ച് കഴിഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അത് ചെയ്തു തരാം. ഓരോ ഓഫർ റേറ്റും ഇവിടുത്തെ വാർഡ് മെമ്പർ ചേച്ചി നമുക്ക് മറക്കാൻ കഴിയില്ല. ചേച്ചിന്റെ പേരറിയില്ല, എന്നാലും ആ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ട്. ചിരിച്ചുകൊണ്ട് നമ്മളായിട്ട് ഓടി വരുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇനിയിട്ടൊക്കെ ഇതൊക്കെ തന്നെ നമ്മൾ പറയാനുള്ള കാരണം ഏതായാലും ഒരു 5-6 മാസത്തെ ഒരു ടൈം കൊണ്ട് ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഏതായാലും വലിയൊരു സന്തോഷം. പക്ഷേ ഇനിയും സമയമില്ല, മഴ വരുന്നുണ്ട്. ആ സീസൺ ആകുമ്പോഴത്തേക്കിന് ഈ വർക്ക് ഉള്ളിൽ തീർത്ത് ഇതിൽ അർഹതപ്പെട്ടവരെ താമസിപ്പിക്കണം എന്ന് തന്നെയാണ് നാസിർ മാനുക്കാൻ്റെയും നമ്മുടെ ഉസ്താദിൻ്റെ ഒക്കെ എല്ലാവരുടെയും ആഗ്രഹം. അതിന് അള്ളാഹു അതിനുള്ള സൗകര്യം ചെയ്തു തരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഇൻഷാ അല്ലാഹ് പ്രവർത്തിക്കുന്നത്. അസ്സലാമു അലൈക്കും. പഠിച്ച റബ്ബിന്റെ അനുഗ്രഹത്തിൽ വയനാട്ടിൽ നമ്മൾ നാസിർ മാനുക്ക ഒരു ആ നല്ല പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മളെ തൊടുപുഴ ആലുവ സ്വദേശികളായ ഇവര് കൂട്ടായ്മ എല്ലാവരും കൂടി ഇവർ നടത്തിയ ഈ ഒരു നല്ല സംരംഭം പാവപ്പെട്ടവന് ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ദുരിതം അനുഭവിക്കുന്ന അനവധി പാവങ്ങളുണ്ട്. അവർക്ക് ഈ വീട് ഒരുക്കാൻ ഇതിനു വേണ്ടി എത്രയോ ദൂരത്തു നിന്നാണ് ഇദ്ദേഹമൊക്കെ അവിടെ എത്തിയിട്ടുള്ളത്. എന്നാലും ഇങ്ങനെ ഈ ചെയ്ത ഇവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും അടുത്ത റബ്ബെ ഇതിനുള്ള പ്രതിഫലം കൊടുക്കണേ. ഇത് നല്ലൊരു സംരംഭമാണ്. അള്ളാഹു ഇതിനൊക്കെ തൗഫീക്ക് നൽകി അള്ളാഹിനെ ആദ്യമായി തുടിക്കുന്നു. ഇവർക്ക് ഇതിന് പ്രതിഫലം ഇതിൽ പ്രവർത്തിച്ചവർക്കും മാനൊക്കെ പാങ്ങലിന് ഇന്ന് എത്രയോ കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. ഇവരെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഇവരൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് കാണുമ്പോൾ നമ്മളെ കണ്ണിനറിയുന്നുണ്ട്. അള്ളാഹു ഇവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ. ഏതായാലും ഇൻഷാ അല്ലാഹ് വീട് വർക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നാളെ മുതൽ പണിക്കാർ കൂടുതലുണ്ട്. തേപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ചില വീടുകളെ വർക്ക് ഫുള്ള് പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇതൊക്കെ ഫുള്ള് പൂർത്തീകരിച്ചാണ്. അപ്പോൾ ബാക്കിയുള്ള വർക്കുകൾ ലാസ്റ്റ് ഘട്ടത്തിലാണ്. നാളെ മുതൽ ഫുള്ള് വർക്ക് ജോലിക്കാരുണ്ട്. ഇത് നമ്മളെ നാദാപുരത്തുള്ള മഹ്മൂദ് ഖാൻ എന്ന മനുഷ്യസ്നേഹിന്റെ നേതൃത്വത്തിലുള്ള വീടാണ് നിർമ്മാണം. എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക്. ഒരുപാട് ദുബായിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ക്ഷേത്രമാണ്, ആ കാണുന്നത് ക്ഷേത്രമാണ്. നേരെ ആ ലാസ്റ്റ് കാണുന്നത് ചർച്ചാണ്. ഇനി ഇതിന്റെ അപ്പുറത്ത് പള്ളിയും. അപ്പോൾ പള്ളിയായി, ചർച്ചുമായി, ക്ഷേത്രമായി. എല്ലാ മതവിഭാഗങ്ങളും ഇതിൽ വരുന്നുണ്ട്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും വീട് നഷ്ടപ്പെട്ടവരുണ്ട്. അതിലെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തിരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങൾ ഇൻഷാ അല്ലാഹ് സ്വന്തമല്ല, ഇതിൽ ലുലു ഗോൾഡ് കരീംഖാന്റെ വക ഒരു പെട്ടിക്കട ഞങ്ങൾക്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിന്, ഒരു സുഖമില്ലാത്ത അപകടത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് ജീവിക്കാനൊരു മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിലേക്കുള്ള സാധനങ്ങൾ ഫുള്ള് ഞങ്ങളെ കൽപ്പഞ്ചേരിയുള്ള സൗഹൃദ കൂട്ടായ്മന്റെ നേതാവ് ഞങ്ങളെ സുൽഫി ദുബായിന്റെ കൂടെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്ന ഒരു മനുഷ്യസ്നേഹിയാണ്.
അദ്ദേഹത്തിന്റെ വകയാണ് അതിലേക്കുള്ള സാധനങ്ങൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 55 പെരക്കാർ ഇവിടെ മാത്രമുണ്ട്. അപ്പോൾ വേറെ പിന്നെ കുറെ വീട്ടുകാർ ഇവിടെ നിലവിൽ നേരത്തെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പീടിക്ക് പോകാനൊരു സാധനങ്ങൾ വാങ്ങാനൊക്കെ ഈ കുടുംബം കഴിയും. ഈ പീടിയിൽ നിന്ന് മേടിച്ചുമ്പോൾ ഇതാവും. ഇത് നമ്മളെ തമിഴ്നാട് ടീമിന്റെ വകയാണ്. ഇതിൽ 15 വീടാണുള്ളത്. ഇത് സജീവമായിട്ട് വീടുകാർക്ക് കിടക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതില് വെള്ളം ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും കിണറുകളുണ്ട്. കിണറുകൾ സജീവമായിട്ട് ഉള്ള കിളച്ചതൊക്കെ നല്ല വെള്ളമാണ്. ഇപ്പൊ നമ്മളെ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ മർക്കസിന്റെ വക നമ്മൾ അപ്പുറത്ത് ഉണ്ടാക്കുന്ന 12 വീട്ടിലേക്ക് ഒരു കിണറും അതിലേക്കുള്ള വെള്ളട്ടാങ്കിയും എല്ലാ വീട്ടുക്കും സൗകര്യം ചെയ്തിട്ടുണ്ട്. അവര് അതിന്റെ വർക്ക് ഉടനെ തുടങ്ങാൻ തീരുമാനിച്ചു. വീട് വർക്ക് തുടങ്ങിയിട്ടുള്ളൂ. ഇവിടുത്തെ കുറേ നല്ല മനുഷ്യർ. കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജിനെ ഒന്നും മറക്കാൻ കഴിയില്ല. കാരണം കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി എന്ത് വിഷയം പറയുമ്പോഴും അത് മോനോ ഞാൻ ഏറ്റു, അത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇതാണ് ആ വലിയ മനുഷ്യസ്നേഹിന്റെ വാക്ക്. ബനിയാസ് സ്പേക്ക്, അബുദാബിയിലുള്ള ബനിയാസ് സ്പേക്കിൽ സ്ഥാപനമുള്ള ഹാജിക്ക കിട്ടുന്നതിൽ നല്ലൊരു പങ്കും പാവപ്പെട്ടവർക്ക് നീക്കിവെക്കാം. ഈ സ്ഥലത്താണ് ഇനി 12 വീട് വരുന്നത്. ഈ ഇതില് അതിനവിടെ പണി തുടങ്ങി. ഇങ്ങനെ ആ മൂലക്കാണ് കിണറ്. SOS സാന്ത്വനത്തിന്റെ നമ്മൾ മർക്കസിന്റെ വക കിണർ ഏറ്റിട്ടുള്ളത്. എല്ലാ വീട്ടുക്കും 12 വീട്ടുക്കും അവരെ വക ഓഫറുണ്ട്. എല്ലാ വെള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ. ഇത് നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രം. അപ്പോൾ പ്രാർത്ഥിക്കാനും പള്ളിയും ക്ഷേത്രവും ചർച്ചും ഇവിടെ ഉണ്ട്. എല്ലാം അവരോരോരുത്തരുടെ വിശ്വാസമല്ലേ, അതും നടക്കട്ടെ. ഈ ക്ഷേത്ര കമ്മിറ്റിയൊക്കെ നമുക്ക് വലിയ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിനും. നേരത്തെ വണ്ടി നിർത്തിയിടാനൊക്കെ പോലെ എല്ലാ സൗകര്യം പോലെ നമുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ തറടലിനൊക്കെ വണ്ടികൾ കണ്ടമാനം വന്നിരുന്നു. അപ്പോൾ അവരെ ക്ഷേത്രത്തിന്റെ കവാടം തുറന്നു നിന്നിട്ട് എല്ലാ വണ്ടികളും ഇങ്ങോട്ട് ടോളി ഇവിടെ പാർക്ക് ചെയ്യാനിട്ട് അത് സ്വന്തമല്ല, അവര് തറക്കലടലിനൊക്കെ സജീവമായിട്ട് നമ്മളൊപ്പം. ഇത്രയും നല്ല മനുഷ്യസ്നേഹികളാണ്. അത് നമ്മളോട്ട് അത് നമ്മളോട്ട് ഉണ്ടാട്ടെ ഒക്കെ കാരട്ടെ. അത് തന്നെ. അതെ അതെ അതെ. ഏകദേശം എത്രാം തീയതി നമ്മൾക്കൊരു ഉദ്ദേശം? അങ്ങനെ തന്നെ. നാളെ മുതൽ 25 ആളും പാണ്ട് പണിക്കാരന്. അപ്പൊ പിന്നെ ടൈൽസ് ഇട്ട് ബാക്കിയുള്ള പേരൊക്കെ കഴിഞ്ഞല്ലോ. ഇനി ഇത് പാടല്ലുള്ളൂ. പൂർത്തീകരിച്ചോളെ ഇൻഷാ അല്ലാഹ്. ഒരു വേസ്റ്റുകളൊന്നും വിളിച്ചു പറഞ്ഞാൽ ഇന്നലെ നമുക്ക് ഇത് മെറ്റൽ പിന്നെ കോൺക്രീറ്റ് ഇടാൻ പറ്റുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി ദുആ ചെയ്യാ കയ്യ ആയിക്കോട്ടെ. അല്ല അത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് പഠിച്ചതെന്നാ കാണട്ടാ ഇൻഷാ അല്ലാഹ്. എന്നാ പോഞ്ഞിട്ടേക്കാ. ഇനി നമുക്ക് വാളലില് പോണം. വാര്യലല്ല, വാളൽ. എവിടെ ജമാഅത്തിന്റെ ആ ഉസ്താദും പറഞ്ഞ അപ്പൊ എന്നാലും ഞങ്ങൾ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെ അടിച്ചു ഒരുപാട് നല്ല മനുഷ്യസ്നേഹമുള്ള സഹായത്താല് നമ്മളെല്ലാരും കൂടി ഒരു പേരിലോണ്ടൊന്നും കഴിയില്ല. 5 പേരിലിന് എല്ലാം കഴിയും. അതിന് ഉദാഹരണമാണ് നമ്മുടെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോൾ ഒരു ചെറിയ വീഡിയോ ഞാൻ വിട്ടിട്ടുള്ളൂ. ഇത്രയും നല്ല മനുഷ്യര് ഒപ്പം വന്ന് എല്ലാ എന്നാൽ തന്നെ 10-70 വീട് നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു സ്ഥലം കിട്ടാത്തതുകൊണ്ട്. തമിഴ്നാട് വ്യാപാരി വ്യവസായിന്റെ 40 വീട് സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഒഴിവാക്കേണ്ടി. കാരണം പലരും നമ്മളെ ഓരോരുത്തർ ഓഫർ ചെയ്തിട്ട് അവരൊക്കെ വാക്ക് മാറി. നമ്മളെ ഉറപ്പിച്ച കാര്യപ്പെട്ട 2 വ്യക്തിത്വങ്ങൾ ഓഫർ ചെയ്ത സ്ഥലം ഒന്ന് തോട്ടം ഭൂമിയെന്ന്. ആ തോട്ടം ഭൂമി അതിൽ പേര കാറ്റിക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നമ്മൾ ഇവരെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം നാട്ടിലൊക്കെ നമ്മൾ പലതും മുന്നേ വിറ്റുപോയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാതെ താമസിച്ചോളി ഇറങ്ങണാക്കാൻ പറ്റും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായ മനസ്സിലാണ്.
അപ്പം ഇവരെ പേരിൽ ഇത് കൊടുത്ത് അവർക്ക് സ്വസ്ഥമായിട്ട് അവരെ ഭൂമി അവരെ വീട് എന്നുള്ള നിലക്കാവണം. അതിന് നമ്മൾ കാര്യപ്പെട്ട കേരളത്തിലൊരു പ്രമുഖ വ്യക്തി 5 ഏക്കർ തരാനിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് തമിഴ്നാട് വ്യാപാരി വ്യവസായം നമ്മളിവിടെ പോയി. അപ്പോൾ അതിലൊരു 60 വീട് ഞങ്ങൾ വെച്ചോളാം, അല്ലെങ്കിൽ 70 വീട് വെച്ചോളാം എന്നൊക്കെ ഉറപ്പായി. പക്ഷേ സ്ഥലം പേര് കൊടുക്കാൻ പറ്റില്ല കാരണം ഒഴിവാക്കേണ്ടി വന്നു. കാരണം അതിൽ വെച്ചിട്ട് നാളെ പിറ്റേന്ന് ഇറ്റങ്ങൾ എന്തെങ്കിലും വിഷയം വന്നാൽ ഒരു രക്ഷയില്ലല്ലോ. പിന്നെ വേറൊരാള് അതേമാതിരി ഒരു 5 ഏക്കർ തരാനിട്ട് അതിന് കുറേ ഓടി ഞങ്ങൾ, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ നമ്മളെ കെയർ ഹോം കോഴിക്കോട് അവരെ 15 വീടും പീസ് വാലി ഫൗണ്ടേഷന്റെ 15 വീടും തമിഴ്നാട് വ്യാപാരി വ്യവസായന്റെ 40 വീടും നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് ചെറിയ ചെറിയ വീടുകളുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇപ്പം നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്ത് സ്ഥലം നമ്മൾ തന്നെ വിലക്ക് മേടിച്ച് അതിലിപ്പോൾ അവരെ വീട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. ഏതായാലും ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നും പടച്ചോൻ കാണിച്ചതായിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏതായാലും യുദ്ധമൊക്കെ അവസാനിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനമായി. നമ്മൾ യുദ്ധം നടന്നാൽ എല്ലാ നാട്ടിലും പാകിസ്ഥാനിലായാലും ഇന്ത്യക്കായാലും ഒക്കെ നമ്മൾ ജനങ്ങൾക്കും നമ്മുടെ മിലിറ്ററിക്കാരായ അവരെ ആശ്രയിച്ചിരിക്കുന്ന എത്രയേ കുടുംബങ്ങളുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് അവരൊക്കെ കുടുംബങ്ങളൊക്കെ. നമ്മൾ യുദ്ധം നടന്നാൽ നമ്മളെ മിലിറ്ററിക്കാരിലൊക്കെ അവരെ മിലിറ്ററിക്കാരായാലും നമ്മളെ മിലിറ്ററിക്കാരും ഒക്കെ മനുഷ്യരല്ലേ. ജീവൻ പോയാൽ ആ കുടുംബം വല്ലാത്തൊരവസ്ഥയിലെത്തല്ലേ. അതുകൊണ്ട് പടച്ചോൻ കാത്തു. ആർക്കും കുറച്ചൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ആ യുദ്ധം നിർത്താൻ ഇരു രാജ്യങ്ങളും തയ്യാറായതിൽ നമുക്ക് അഭിമാനിക്കാം. ഇനി ഇങ്ങനത്തെ തീവ്രവാദി ആക്രമണങ്ങളും മറ്റു കുന്തങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ആകെ കുറച്ച് നേരത്തെ ജീവിതമാണ് ഇവിടെ. അത് എപ്പോഴാണ് അവസാനിക്കാൻ ആർക്കും അറിയില്ല. എന്തിനു വേണ്ടി ഈ അക്രമവും ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നത്? ഉള്ളത് കൊണ്ട് ജീവിച്ച മറ്റുള്ളവരെ സഹായിക്കുക, നല്ല ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചു കൊടുക്കുക. ജാതി മതമൊക്കെ നമ്മൾ പറയുന്നല്ലാതെ ഇവിടെ പോയവർക്കാർക്കും അവിടെ ചെന്നിട്ട് എന്ത് ജാതി ചെയ്യുന്നു, എന്ത് മതം ചെയ്യുന്നു, എന്ത് രാഷ്ട്രീയം ചെയ്യുന്നു എന്നൊന്നും ഉണ്ടാവില്ല. എല്ലാവരുടെ അവസ്ഥയും ആ അറടി മണ്ണിക്ക് പോലും അവിടെ തീർന്നില്ല. നല്ലത് ചെയ്തവനും അവിടുന്നായാലും ഇവിടുന്നായാലും അതിന് അവന് ആസ്വാദനത്തോടെ സുഖസുന്ദരമായ പരലോക ജീവിതം നയിക്കാൻ കഴിയുന്ന ഉറപ്പാണ്. പക്ഷെ എല്ലാവരും നന്ദി, താങ്ക്സ്.